പ്രൊഫസർമാർ തട്ടുകടകളിലേക്ക് പോകുന്നു എന്നൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. കാര്യങ്ങൾ ഇപ്പോൾ ആ രീതിയിൽ നീങ്ങുന്നു. 2 പ്രൊഫസർമാർ അവരുടെ മാനേജ്മെന്റ് കോളേജിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ ബെറോട്ട അടിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ എതിർത്തും അനുകൂലിച്ചൊക്കെ വന്നു. ഇപ്പോഴിതാ 10,000-ഓളം ആളുകളാണ് കേരളത്തിലെ വിവിധ സർവകലാശാലയിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് മാത്രം 859 അധ്യാപകർ, മാനേജ്മെന്റ് കോളേജിലെ അധ്യാപകർ പുറത്തു പോകും. രാജേന്ദ്ര ആർലേക്കർ എന്ന ഗവർണറുടെ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ ഉത്തരവ് പ്രകാരം 26-27 വർഷത്തിലെ അഫിലിയേഷൻ കിട്ടണമെങ്കിൽ അധ്യാപകർക്ക് ഒന്നുകിൽ നെറ്റ് വേണം, അല്ലെങ്കിൽ PhD വേണം. ഇത് കമ്പൽസറിയാണ്. അപ്പോൾ മാനേജ്മെന്റ് കോളേജുകളായ സ്വാശ്രയ കോളേജുകൾ അഫിലിയേഷന് വേണ്ടി ഈ വർഷം അഫിലിയേഷൻ അല്ല, ഓരോ വർഷവും ഇത് പുതുക്കണമല്ലോ. പുതുക്കാൻ അവർ സർട്ടിഫിക്കറ്റ് അയക്കുമ്പോൾ അവരൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, സത്യവാങ്ക കൊടുക്കണം. ഞങ്ങളുടെ കോളേജിൽ നെറ്റ് പാസ്സായവരോ PhD ഉള്ളവരോ മാത്രമേ ഉള്ളൂ എന്നൊരു ഇത് കൊടുക്കണം. അങ്ങനെ കണക്കെടുക്കുമ്പോൾ 8,859 പേർ കണ്ണൂർ സർവകലാശാലയിലും, ഇതിപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ കമ്പൽസറി ആക്കി കഴിഞ്ഞു. ആൾറെഡി അവിടെ വൈസ് ചാൻസലർ ഉത്തരവിറക്കി കഴിഞ്ഞു. ബാക്കി യൂണിവേഴ്സിറ്റികളിലും കമ്പൽസറി ആകാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ 10,000-ഓളം അധ്യാപകരാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. സ്വിഗ്ഗിയും സൊമാറ്റോയുടെയൊക്കെ പിന്നെ വീടുകളിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിനീയർമാർ ആൾറെഡി ഉണ്ട്. നമ്മൾ വീട്ടിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ. ആ ജോലിയൊന്നും മോശമാണെന്നല്ല, ഒരു തൊഴിലും മോശമാണെന്നല്ല. പക്ഷെ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലതല്ല. അതായത് ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസത്തെക്കാൾ കൂടിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ അതിനേക്കാൾ കുറഞ്ഞ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫിഷ്യൻസി കുറവും സമൂഹത്തിനുള്ള നഷ്ടവും എല്ലാം കൂടി ചേർത്താണ് ഈ അണ്ടർ എംപ്ലോയ്മെന്റ് കൺസെപ്റ്റ് വരുന്നത്. അൺഎംപ്ലോയ്മെന്റിനേക്കാൾ വലിയ സാമൂഹ്യ ദുരന്തമാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ PhD ഉള്ള ആൾ അസിസ്റ്റന്റ് ആയിട്ട് പോകണം. എനിക്കറിയാം പലരെയും. സെക്രട്ടേറിയറ്റിൽ MPhil ഉള്ള ആളുകൾ, UGC നെറ്റ് ഉള്ള ആളുകൾ, അന്ന് സെക്രട്ടേറിയറ്റ് കിട്ടി അവിടേക്ക് കയറി, ഇപ്പൊ അണ്ടർ സെക്രട്ടറിയൊക്കെ ആയി, പിന്നെ ഇപ്പൊ കോളേജിൽ പോകുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ SO ആയി, ഇനിയിപ്പോ കോളേജിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ സുഖം പിടിച്ചിരിക്കുന്ന ഒരുപാട് ഉയർന്ന ഡിഗ്രിക്കാരുണ്ട്. എന്നാൽ അവർക്ക് അതനുസരിച്ചുള്ള ജോലി കൊടുത്തിട്ടുണ്ടോ? അതുമില്ല. അങ്ങനെ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു ദുരന്തത്തിലേക്ക് സമൂഹം പോകുന്നത് വേറൊരു വിഷയം. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാർ വ്യാപകമായി പിരിച്ചുവിടപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. അവർ വലിയ ആശങ്കയിലാണ്. അതുപോലെ തന്നെ ഒരു ആശങ്കയാണ് സ്കൂൾ അധ്യാപകരുടെ ടെറ്റ് പരീക്ഷ, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് 3 വർഷത്തിനകത്ത്, 2 വർഷത്തിനകത്ത് പാസ്സാകണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 3 വർഷത്തിനകത്ത് പാസ്സാകണം. 5 വർഷമെങ്കിലും സർവീസ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ 56 വയസ്സിലാണ് പെൻഷൻ പറ്റുന്നതെങ്കിൽ 51 വയസ്സായ ആളുണ്ടെങ്കിൽ, സർവീസിലുണ്ടെങ്കിൽ അദ്ദേഹം 54 വയസ്സിനകം ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ, നേരത്തെ 53 വയസ്സിനകത്ത് എഴുതിയെടുക്കണമായിരുന്നു, ഇപ്പൊ 54 വയസ്സിനകത്ത് ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു പോകാൻ വരും. മാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയായിരിക്കും, പ്രൊമോഷനൊക്കെ. അങ്ങനെയും 10-35,000 അധ്യാപകർ കേരളത്തിൽ പ്രതിസന്ധിയിൽ വരികയാണ്. അങ്ങനെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും 2 പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഒന്ന് ടെറ്റിന്റെ ടെക്നിക്കൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ വിധിയും, കഴിഞ്ഞ ദിവസമാണ് ആ വിധി വന്നത്. ആ വിധിയുടെ ഭാഗമായി ഒരു 10-35,000 അധ്യാപകർ പുറത്തു പോകും. ഇപ്പുറത്ത് 10,000-ഓളം അധ്യാപകർ കോളേജിൽ നിന്നും പുറത്തു പോകും. ഇത് ഇങ്ങനെയൊക്കെയാണോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. PhD നേടിയ ഒരു അധ്യാപകനും അധ്യാപികയും PhD നേടാത്തൊരു അധ്യാപികയും അധ്യാപകനും സ്കൂളിലും കോളേജിലും എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എന്താണ് അവരുടെ മാനദണ്ഡം? ഈ സിലബസ് ഇത് മതിയോ? കരിക്കുലം ഇത് മതിയോ? ഇങ്ങനെയൊക്കെയുള്ള യാതൊരു ചർച്ചയും ചെയ്യാതെ, യാതൊരു ഹോംവർക്കും നടക്കാതെ, പഴയ കാലത്ത് PhDയും TTETും നെറ്റും വേണ്ടാതിരുന്ന കാലത്ത് കയറിയവർ പിന്നെ വീണ്ടും അടുത്ത് അവർക്ക് കുറച്ചു കാലം അവർ ജോലി ചെയ്തതിനു ശേഷം വീണ്ടും പോയി PhD എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോണത്, അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ചത്, കോളേജ് അധ്യാപകർക്ക് ഇതുപോലെ PhD കമ്പൽസറി, ഇതിപ്പോ എടുത്തു കളഞ്ഞു, PhD ഇപ്പം വേണ്ട, നെറ്റ് മതി. പക്ഷെ നേരത്തെ PhD കമ്പൽസറി ആക്കിയപ്പോൾ നന്ദനും നടകോടനും അണ്ടനും അടകോടനും സകലവരും അടുത്ത് ചെന്ന് PhD എടുത്തു. PhDയുടെ വാല്യൂ തന്നെ ഇടിച്ചു കളഞ്ഞു. യൂണിവേഴ്സിറ്റികൾ, സെൽഫ് ഫിനാൻസിങ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും വലിയ കൊയ്ത്ത് നടത്തി 5 ലക്ഷവും 10 ലക്ഷവും രൂപയൊക്കെയാണ് അവർ വാങ്ങി PhDക്ക് കൊടുത്തത്. PhD എഴുതി കൊടുക്കുന്ന പാർലറുകൾ വരെ, PhD പാർലറുകൾ വരെ കേരളത്തിൽ ഉണ്ടായി. നമ്മൾ പൈസ കൊടുത്താൽ അവർ PhD ചെയ്ത് തരും എന്നുള്ള നിലയിലേക്കുള്ള സബ്ജക്റ്റ് മാത്രം നമ്മളൊന്ന് പറഞ്ഞ് ഗൈഡിനോട് പറഞ്ഞു കൊടുത്താൽ റെഡിമെയ്ഡ് PhD കിട്ടുന്ന ഫാക്ടറികൾ പോലും കേരളത്തിൽ ഉണ്ടായെന്ന് വിപുലമായ പരാതി UGCക്ക് കിട്ടിയപ്പോഴാണ് UGC പറഞ്ഞു, ഇനി വേണ്ട, PhDക്കാരൊക്കെ മതി,
ഇനി പഴയ പരീക്ഷ മതിയെന്ന്. അപ്പോൾ നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് താങ്ങാത്ത സിലബസ്, പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ലെങ്കിലും കാലം കഴിച്ചു പോകാൻ കഴിയുന്ന അധ്യാപകർ, കൃത്യമായ മൂല്യനിർണ്ണയ സംവിധാനങ്ങളില്ലാത്തത്, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത്, സാമൂഹ്യ സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്, പരീക്ഷയിലുണ്ടാകുന്ന ലിബറൽ വാല്യുവേഷനെ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ജഗപൊകയാക്കി ചുക്കിനും ചുണ്ണാമ്പിലും കൊള്ളാത്ത കുട്ടികളെ പുറത്തിറക്കുന്ന ഈ വിദ്യാഭ്യാസത്തെ കൂടുതൽ പരിഷ്കരിക്കാൻ വേണ്ടി വീണ്ടും ഇത് അടുത്ത പരിഷ്കാരം വരുന്നു, കോളേജ് അധ്യാപകരെ പുറത്തുവിടുക എന്നുള്ളതാണ്. അങ്ങനെ പുറത്തുവിട്ടത് കൊണ്ട് അടുത്ത വർഷം 15 വർഷം 20 വർഷമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള അധ്യാപകരെ അവർക്ക് PhD ഇല്ല, നെറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുറത്തുവിട്ടിട്ട് ഇന്നലെ PhDയും നെറ്റും എടുത്ത ആളുകളെ അകത്ത് വയ്ക്കുമ്പോൾ ഇനി അവരും പഠിച്ചൊക്കെ ഇറങ്ങി വന്ന് അവരും എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ ഈ ഗിനിപ്പന്നികളെ പോലെ നമ്മുടെ കുട്ടികളെ പരീക്ഷിക്കുന്നത് വലിയൊരു പാതകമാണ്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ടാവണം. എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ നിൽക്കട്ടെ, ബാക്കി ചെറിയ എക്സ്പീരിയൻസ് ഉള്ളവർ, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ അവർ പോയി PhD എടുക്കുകയാണെങ്കിൽ എടുത്തുകൊണ്ട് വരട്ടെ. വളരെ ജൂനിയേഴ്സുള്ള ആളുകൾ PhD എടുത്തുകൊണ്ട് വരട്ടെ, നെറ്റ് പാസ്സായി വരട്ടെ. പക്ഷേ സീനിയർ ആയിട്ടുള്ള ആളുകൾ, 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളെ 20 വർഷം 30 വർഷം പഠിപ്പിച്ച് തഴക്കവും പഴക്കവും എന്ന ആളുകളും വീണ്ടും ഒന്നേന്ന് പോയി PhD എടുത്തുകൊണ്ട് വാ, വീണ്ടും ഒന്നേന്ന് പോയി നെറ്റ് പാസ്സായിട്ട് വാ എന്നൊക്കെ പറയുന്നത് ഒരുതരം നാറാണത്ത് ഭ്രാന്തന്റെ പണിയാണ്. വളരെ വലിയ പണിയാണ് ഈ ഗവൺമെന്റുകൾ കാട്ടിക്കൂട്ടുന്നത്. ആരുടെയെങ്കിലും തലയിൽ ഉദിക്കുന്ന ഓളം വച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു ഗ്രഹപാഠവും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. കൃത്യമായ കരിക്കുലം ഡെവലപ്മെന്റും കൃത്യമായ സിലബസ് റിവിഷനും വളരെ കൃത്യമായ എക്സാം മോഡാലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റവും മറ്റ് സൗകര്യങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊന്നും ഒരു ചർച്ചയും നടക്കാതെ, അതിനുള്ള ഒരു ഗവേഷണവും നടത്താതെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വളരെ ഗതികേടാണ്, വളരെ മോശമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊഫസർമാരും ലെക്ചർമാരില്ല, പ്രൊഫസർമാർ കൂട്ടമായി ബെറോട്ട അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം.